തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവും എംഎൽഎയുമായ സച്ചിൻ ദേവും കെഎസ്ആർടിസി വാഹനം തടഞ്ഞു നിർത്തി ഡ്രൈവറെ അസഭ്യം പറഞ്ഞ സംഭവത്തിൽ കേസിൽ ഇപ്പോൾ കുറ്റപത്രത്തിൽ നിന്ന് ഇരുവരുടെയും പേരുകൾ ഒഴിവാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. കെഎസ്ആർടിസി ഡ്രൈവർ യദു കൃഷ്ണനെയായിരുന്നു മേയർ അസഭ്യം പറഞ്ഞതായുള്ള പരാതി ഉണ്ടായിരുന്നത്. ആ സംഭവം പ്രേക്ഷകർക്ക് ഇപ്പോഴും ഓർമ്മയുണ്ടാകും. അതാ ഇപ്പോൾ ഈ മേയറെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. മേയറുടെ സഹോദരൻ അരവിന്ദ് മാത്രമാണ് ഇപ്പോൾ ഇതിൽ പ്രതിയായി വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. ഡാൻ കുര്യൻ ചേരുന്നുണ്ട്. ഡാൻ, മേയറുടെ സഹോദരൻ മാത്രം, അതായത് ഇവർ സഞ്ചരിക്കുമ്പോൾ ഇവരെല്ലാവരും വാഹനത്തിലുണ്ടായിരുന്നു. അങ്ങനെ ഒരു വാഹനം ആണ് കെഎസ്ആർടിസി വാഹനം തടഞ്ഞു നിർത്തി പിന്നീട് പുറത്തിറങ്ങി. അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതുമാണ്. പക്ഷേ ഇപ്പോൾ ഈ കുറ്റപത്രത്തിലേക്ക് വരുമ്പോൾ മേയറും എംഎൽഎയും ഒന്നും ചിത്രത്തിലില്ല. എന്താണ് സാഹചര്യം? 4 മാസം മുമ്പ് കോടതിയിൽ കന്റോൺമെന്റ് പോലീസ് സമർപ്പിച്ച കുറ്റപത്രത്തിലെ വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിൽ പ്രധാനമായി പറയുന്ന കാര്യം, ഈ KSRTC ബസ് തടഞ്ഞു നിർത്തി ഡ്രൈവറുമായി തർക്കമുണ്ടായ സംഭവം അത് വലിയ തരത്തിൽ ചർച്ചകളിൽ ഇടം പിടിച്ചതാണ്. ആ സംഭവത്തിൽ വാഹനം ബ്ലോക്ക് ചെയ്തതിനും മാർഗതടസ്സം സൃഷ്ടിച്ചതിനും മേയർ ആര്യ രാജേന്ദ്രന്റെ സഹോദരൻ അരവിന്ദിന്റെ പേരിൽ മാത്രമാണ് ഈ പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. അരവിന്ദിനെ പ്രതി ചേർത്തുകൊണ്ടാണ് ഈ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. അതിൽ നിന്ന് മേയർ ആര്യ രാജേന്ദ്രനെയും ഭർത്താവും എംഎൽഎയുമായ സച്ചിൻ ദേവിനെയും ഒഴിവാക്കിയിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ ഈ KSRTC ഡ്രൈവറായ യദുവിന്റെ ആരോപണം. അത് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ ചില നീക്കങ്ങളാണ് എന്നാണ് യദു ആരോപിച്ചത്. അതേസമയം കന്റോൺമെന്റ് പോലീസ് ഇതിന് നൽകുന്ന വിശദീകരണം, ഹൈഡ്രോളിക് ഡോർ സംവിധാനം ഉള്ള KSRTC ബസ്സിനുള്ളിലേക്ക് ഒരു കാരണവശാലും എംഎൽഎക്ക് അത് ഡോർ തകർത്തല്ലാതെ അകത്ത് കയറാൻ കഴിയില്ല. ഡ്രൈവർ തന്നെ സ്വിച്ച് ഓൺ ചെയ്തതിനെ തുടർന്നാണ് ഡോർ ഓപ്പൺ ആവുകയും അതിനുള്ളിലേക്ക് എംഎൽഎ കടന്നു ചെല്ലുകയും ചെയ്തത്. പിന്നീട് ഈ അശ്ലീല ആംഗ്യം കാണിച്ചു എന്ന പേരിലാണ് വാക്കുതർക്കം ഉണ്ടാകുന്നത്. പക്ഷെ അവിടെ മറ്റു തരത്തിലുള്ള ഏതെങ്കിലും അശ്ലീല പദപ്രയോഗങ്ങൾ നടത്തിയിട്ടില്ല. അത് വാക്കുതർക്കമാണ് എന്ന തരത്തിലുള്ള മൊഴി വാഹനത്തിലെ യാത്രക്കാരായ 3 പേർ പോലീസിന് നൽകിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതോടൊപ്പം ഡ്രൈവർ ആരോപിച്ച തരത്തിലുള്ള മറ്റ് ആരോപണങ്ങളൊന്നും തെളിയിക്കുന്ന തെളിവുകൾ ആ വാഹനത്തിനുള്ളിലെ CCTV പരിശോധനയിലടക്കം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുകൂടിയാണ് കന്റോൺമെന്റ് പോലീസിന്റെ വിശദീകരണം. എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടക്കുന്നതിനിടയിലാണ് ഈ കേസിലെ കുറ്റപത്രത്തിലെ വിശദാംശങ്ങൾ പുറത്തുവരുന്നത് എന്നൊരു കാര്യം കൂടിയുണ്ട്. എന്തായാലും മേയർ ആര്യ രാജേന്ദ്രൻ ഇതുമായി ബന്ധപ്പെട്ട് ഏത് തരത്തിലായിരിക്കും പ്രതികരണം നടത്തുക എന്നാണ് അറിയാനുള്ളത്. എന്തായാലും യദു ഈ പോലീസ് നടപടിക്കെതിരെ കോടതിയെ സമീപിച്ചേക്കുമെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. യെസ്, അതാണ് ഇപ്പോഴത്തെ സാഹചര്യം. കുറ്റപത്രത്തിൽ നിന്ന് മേയറുടെ പേര് ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു.